അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യും, യൂണിറ്റ് MGS ആക്കും. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ കർവ് വേണ്ടേ, നമ്മുടെ എയർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കർവ് ത്രൂ എക്സൈറ്റ് ഞാൻ എൻ്റെ എയർ ഫയൽ ഇമ്പോർട്ട് ചെയ്യും 10 സെൻറ്റിമീറ്ററിൻ്റെ ഇതിൽ ടെക്സ്റ്റ് ഫയൽസും. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഇത് ഞാനാണെങ്കിൽ ഒരു എഡിറ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ സ്കെച്ചിൽ പോയിട്ട് സ്കെച്ച് ഫിഗർ കൊടുക്കും, ഫ്രണ്ട് പ്ലെയിൻ കൊടുക്കും. എന്നിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് എൻറ്റിറ്റീസ്, പിന്നെ ആ കർവ് ക്ലിക്ക് ചെയ്യും. ഇതിപ്പോൾ ഒരു കർവ്, അപ്പോൾ കർവ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് വരയ്ക്കേണ്ടി വന്നു, ലൈക്ക് എക്സ്ട്രാ പോയിന്റ് ഇഷ്യൂ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വരാതിരിക്കുന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീച്ചേഴ്സിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുമ്പോഴത്തേക്കും 10 സെൻറ്റിമീറ്റർ ആണെങ്കിലും ഇതിപ്പോൾ എക്സ്ട്രൂഡ് ആവുന്നില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഇഷ്യൂ ഇരിക്കട്ടെ, നമ്മൾ ഇപ്പോൾ എക്സ്ട്രൂഡ് അല്ല ചെയ്യുമ്പോൾ നമ്മൾ ലോഫ്റ്റ് ടൂൾ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ലോഫ്റ്റ് ടൂള് ഇവിടെ ഈ ഒരു ലോഫ്റ്റ് ബോസ് ബേസ് ഇത് കണ്ടില്ലേ, ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ കോർഡിനേറ്റ്സ് സെറ്റ് ചെയ്യണം. മറ്റേ ഇതിപ്പോൾ ഈ എയർ ഫോയിൽ ആണെങ്കിൽ ലോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ഫോയിൽ നിന്നും വേറൊരു എയർ ഫോയിലേക്ക് ഡയറക്റ്റ് നമ്മളൊരു എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. അപ്പോൾ സാധാ എക്സ്ട്രൂഡിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദിസ് സർഫസ്, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ലോഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആംഗിളിൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആംഗിൾസ് ഡിഫൈൻ ചെയ്യണം. ആദ്യം ഞാൻ ഈ സ്കെച്ച് ടോപ്പ് വ്യൂ എന്നാണെങ്കിൽ എടുക്കുവാണ്, ഇതിൻ്റെ എയർ ഫോയിൽ ടോപ്പ് വ്യൂ. അപ്പോൾ അത് ഏതാണെന്നും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ ടോപ്പ് ലൈൻ ആണ് സെലക്ട് ചെയ്തത്. ടോപ്പ് ലൈനിൽ പോയിട്ട് ഞാൻ സ്കെച്ച് ചെയ്യുന്നു. സ്കെച്ച് ചെയ്തിട്ട് ഞാൻ ഒരു സെൻറ്റർ ലൈൻ എടുക്കുന്നു. സെൻറ്റർ ലൈൻ എടുത്തിട്ട് ഒരു വാല്യൂ ഒന്നുമില്ലാണ്ട് ജസ്റ്റ് കൊടുക്കുവാണ്. ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കും. പിന്നെ വീണ്ടും ഞാൻ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുക. ഈ രണ്ടാമത്തെ സെൻറ്റർ ലൈൻ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര സ്വീപ്പ് ആംഗിൾ ആണെന്ന് അറിയണം. അപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഇനി സ്മാർട്ട് ഡയമെൻഷനിൽ പോകുന്നു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ലൈനിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ടിൻ്റെയും ആംഗിൾ കിട്ടും. ഇത് ഞാൻ ഒരു 15 ഡിഗ്രി കൊടുക്കുക. 15 ഡിഗ്രിയുടെ ഒരു സ്വീപ്പ് ആംഗിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ 15 ഡിഗ്രിയുടെ സ്വീപ്പ് ആംഗിൾ സെറ്റ് ചെയ്തു. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 15 ഡിഗ്രിയുടെ താഴെയായിട്ട് ഒരു 3.56 ഡിഗ്രി, അതായിരുന്നു നമ്മൾ അന്ന് ചെയ്തത്. അപ്പോൾ 3.56 ഡിഗ്രിയിൽ എനിക്ക് താഴെ ഒരു ഇത് കർവ് ഒപ്പിക്കണം, ഒപ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഈ ഒരു ലൈനിൻ്റെ താഴെ, ഈ ലൈനിൻ്റെ കറക്റ്റ് താഴെയായിട്ട് എനിക്കൊരു ലൈൻ ഒപ്പിക്കണം. അപ്പോൾ അതിനെ ഞാൻ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ ഒരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആവും, എന്നിട്ട് ഫീച്ചേഴ്സിൽ പോവും, എന്നിട്ട് ഇവിടെ റെഫറൻസിൻ്റെ പോയിന്റിൽ പ്ലെയിൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ, സോറി. അപ്പോൾ റെഫറൻസിൻ്റെ പോയിന്റിൽ ഞാൻ ഇവിടെ പ്ലെയിൻ ക്ലിക്ക് ചെയ്യും, പ്ലെയിൻ, എന്നിട്ട് ഈ പോയിന്റ് സെറ്റ് ചെയ്യും. ഇനി ഈ ഒരു പ്ലെയിൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിൽഡ് ആവത്തില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും, ഇൻപുട്ട് ഇസ് ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് റെഫറൻസും കൂടെ കൊടുക്കണം. സെക്കൻഡ് റെഫറൻസ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഉള്ളത്, എന്നിട്ട് ടോപ്പ് ലൈൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്ന റെഫറൻസ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ പ്ലെയിൻ ആ ആക്സിസിൽ തന്നെ വന്നോളൂ. അപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കുക. നമുക്ക് പ്ലെയിനും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പ്ലെയിനിൽ വേണം നമ്മൾ സ്കെച്ച് ചെയ്യാൻ. പ്ലെയിനിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു സ്കെച്ച് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ സ്കെച്ച് ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എയർ ഫോയിൽ ഇരിക്കുന്നത്, കാരണം നമ്മൾ ഒരു ആംഗിളിലാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇനി ആംഗിളിലാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എയർ ഫോയിലിൻ്റെ ഇനി നമ്മൾ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ലൈൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3.5 ഡിഗ്രി എന്നാണ് നമ്മൾ പറഞ്ഞത്, 3.56 ഡിഗ്രി പ്രിസൈസ്ലി സ്പീക്കിംഗ്, അത്ര ഡിഗ്രി താഴോട്ടാണ് നമ്മുടെ അൺഹൈഡ്രൽ വിങ് പോകുന്നത്. അപ്പോൾ അൺഹൈഡ്രൽ 3.56 ആണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാനാണെങ്കിൽ എൻ്റെ ലൈൻ വരയ്ക്കുന്നു. എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്മാർട്ട് ഡയമെൻഷനിൽ പോയിട്ട് എൻ്റെ വിങ് സ്പാൻ ഞാൻ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ 50 ഇത് mm ആണ്, എനിക്ക് 500 ആണ് വേണ്ടത്. ഞാൻ 500 എന്ന് കൊടുക്കുന്നു. 500 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വിങ് സ്പാൻ വരുന്നത്. അപ്പോൾ വിങ് സ്പാനും വന്നു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതിന് ഞാൻ ഇതും ഈ രണ്ടും സ്മാർട്ട് ഡയമെൻഷനിൽ എടുക്കുന്നു. എന്നിട്ട് എനിക്ക് ആംഗിൾ കിട്ടും. അത് ഞാൻ ഒരു 3.56 കൊടുക്കും. അപ്പോൾ ഈ ആംഗിൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ്.
അപ്പോൾ 3.56 ആംഗിളിൽ താഴോട്ടും കിട്ടി. അപ്പോൾ ഇപ്പം നമ്മുടെ കറക്റ്റ് പോയിന്റ് എത്തി. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുവാണെങ്കിൽ 15 ഡിഗ്രി ആംഗിൾ, ഇതിപ്പോൾ ഒരു 15 ഡിഗ്രി ആംഗിളാണ് ഈ ഒരു ജോയിന്റ് ഇതിനോട്. അതേ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും 3.5 ഡിഗ്രിയിൽ 56 ഡിഗ്രിയിൽ നമ്മുടെ പ്ലെയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പെർഫെക്റ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ പോയിന്റിൽ വേണം നമുക്ക് എയർഫോയിൽ വരയ്ക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നിന്ന് നോക്കുവാണെങ്കിൽ ഓക്കെ, എയർഫോയിൽ ഈ ഒരു പോയിന്റ് നിന്ന് കറക്റ്റ് എനിക്ക് ഇവിടുത്തെ എയർഫോയിൽ ഈ ഒരു പോയിന്റിൽ ഒബ്റ്റെയിൻ ചെയ്യണം. അതിന് ഞാൻ ഈ എയർഫോയിലിന്റെ കറക്റ്റ് പാരലായിട്ട് ഞാൻ ഇവിടെ ഒരു എയർഫോയിൽ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കൺസ്ട്രക്ഷൻ പ്ലെയിൻ അടുത്തത് വരയ്ക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എക്സിറ്റ് കൊടുക്കും, എന്നിട്ട് ഈ പോയിന്റ് തന്നെ അങ്ങ് സെറ്റ് ചെയ്യും. പോയിന്റിൽ ഞാൻ ഒരു പ്ലെയിൻ സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ എയർഫോയിൽ വരച്ചിരിക്കുന്ന പ്ലെയിനിന്റെ പാരലായിട്ട് തന്നെ വേണം. അപ്പോൾ ഞാൻ സെക്കൻഡ് റെഫറൻസ് കൊടുക്കാൻ പോകുന്ന വെച്ചാൽ ഇതിൽ പോവുക, ഫ്രണ്ട് പ്ലെയിനിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ കാരണം ഫ്രണ്ട് പ്ലെയിനിന് കറക്റ്റ് പാരലായിട്ടായിരിക്കും മറ്റേ പ്ലെയിൻ വരുന്നത്. ഞാൻ ഫ്രണ്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് ഫ്രണ്ട് പ്ലെയിന് പാരലായിട്ട് അടുത്ത പ്ലെയിൻ കിട്ടി. ഇനി ഇത് പ്ലെയിനിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ആദ്യം ഞാൻ ഫുള്ളി ഡിഫൈൻഡ് ആയതുകൊണ്ട് ടിക്ക് കൊടുക്കുന്നു. പ്ലെയിനിന്റെ സൈസ് എനിക്ക് ചുമ്മാ അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. അത് എങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ എയർഫോയിൽ എനിക്ക് ഈ പ്ലെയിനിൽ കൊണ്ടുവരണം. അതിന് ഞാൻ ഈ എയർഫോയിൽ ആണെങ്കിൽ അങ്ങോട്ടേക്ക് സ്കെച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ ഞാൻ എന്നിട്ട് സ്കെച്ച് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ കർവ് അല്ലെങ്കിൽ ഈ സ്കെച്ചിന് ഞാൻ കൺവേർട്ട് എൻറ്റിറ്റീസ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺവേർട്ട് എൻറ്റിറ്റീസ് പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്ലെയിനിലായിരിക്കും സ്കെച്ച് ഇട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൺവേർട്ട് എൻറ്റിറ്റീസ് പറയുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർഫോയിൽ എനിക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ സ്കെച്ചിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സംഭവം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ എയർഫോയിൽ എനിക്ക് ഇവിടെ എത്തിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ വരത്തില്ല, കാരണം ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, ഈ ഒരു പച്ച ബോക്സ്. അപ്പോൾ അത് ഫിക്സഡ് കൺസ്ട്രെയിൻ ആണ്. കാരണം ഈ കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർഫോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ എയർഫോയിലിന് പാരലായിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ആ കൺസ്ട്രെയിൻ നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഡിലീറ്റ് എടുക്കുന്നു. അപ്പോൾ കൺസ്ട്രെയിൻ ഡിലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യാം. ഇനി അടുത്ത സാധനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് പോയിന്റിൽ വെക്കണം. ചുമ്മാ ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഞാൻ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ മൂവ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മൂവ് എൻറ്റിറ്റീസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഈ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടോ, ഇങ്ങനെ ഒരു വര ഇടുന്ന ഈ ട്രെയിലിംഗ് എഡ്ജിൽ നിന്ന് ഒരു ലൈൻ വരുന്ന രീതിയിൽ ആ പോയിന്റ് നമ്മുടെ ലീഡിംഗ് എഡ്ജിലേക്ക് ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ലീഡിംഗ് എഡ്ജിന്റെ കറക്റ്റ് പോയിന്റ്. എന്നിട്ട് ഈ ഇവിടുത്തെ ഡോട്ട്, നമ്മുടെ ഈ വന്ന ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ലോഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എക്സിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫീച്ചേഴ്സിൽ പോയിട്ട് ലോഫ്റ്റ് ബോസ് ബേസ് എടുക്കും. എന്നിട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ രണ്ട് എയർഫോയിലാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ലോഫ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ പ്രൊഫൈൽസിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഈ സ്കെച്ച് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. ഇനി ഒരു കാര്യം ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഫ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല, നമുക്കൊരു ഗൈഡ് കർവും കൊടുക്കണം. അപ്പോൾ ചിലപ്പോഴാണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിഫോർമേഷൻ പോലെ ഉണ്ടാവും ലോഫ്റ്റിൽ. അപ്പോൾ ഗൈഡ് കർവ് കൊടുക്കണം. ഗൈഡ് കർവ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു വിങ് സ്പാൻ വരയ്ക്കാൻ വേണ്ടി ഒരു ലൈൻ ഉപയോഗിച്ചില്ല ഫ്രണ്ടിൽ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോഫ്റ്റ് പെർഫെക്റ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ലാത്ത ബാക്കിയുള്ളതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. പ്ലെയിൻസ് സ്കെച്ചസ് ആണെങ്കിലും ആവശ്യമില്ലാത്ത ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വീപ്പ് ആംഗിൾ നമുക്ക് 15 ഡിഗ്രിയിൽ കിട്ടും. അതേ സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 3.5 ഡിഗ്രിയിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നവരെ മിറർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിററിൽ പോവുക, മിറർ ഫേസ് പ്ലെയിൻ കൊടുക്കുക. ഫേസ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലെയിനിനെ റെസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും മിറർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പ്ലെയിൻ ഞാൻ ക്ലിക്ക് ചെയ്യും. ഫ്രണ്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫീച്ചേഴ്സ് ടു മിറർ വെക്കും. ഫീച്ചേഴ്സ് ടു മിററിൽ നമ്മുടെ എയർഫോയിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് കറക്റ്റ് ഈ ഒരു ഇത് കാണും. പാർഷ്യൽ പ്രിവ്യൂ ആണ് ഈ കാണിക്കുക ഇതിൻ്റെ എങ്ങനെയായിരിക്കും വരുന്നത്. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ എയർഫോയിൽ കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്വീപ്പ് ആംഗിൾ രണ്ട് സൈഡിലും കിട്ടും. അതേ സമയത്ത് ടോപ്പിൽ നോക്കുമ്പോൾ സ്വീപ്പ് ആംഗിൾ കിട്ടും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ 3.5 ഡിഗ്രി ഒരു രണ്ട് സൈഡിലും കിട്ടും.